ഹായ്, എല്ലാവർക്കും അലങ്കൃതാസ് ക്രിയേറ്റീവ് കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ചെറിയ ഹോൾ വീഡിയോ ആണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നൊരു ഹോൾ വീഡിയോ ആണ് കേട്ടോ. ചെറുതാണ്, വലിയ പ്രതീക്ഷയൊന്നും വേണ്ട. വാങ്ങിയ കുറച്ച് സാധനങ്ങൾ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അതിന്റെ കൂടെ ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് 2 ആക്സസറീസും കൂടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിക്കാം. ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. ഇതൊരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ്. മമ്മി ആൻഡ് മീ തീം വെച്ചിട്ട് ക്രിസ്മസിന്റെ സ്പെഷ്യലായിട്ടും ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഡ്രസ്സ്. ഇത് ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്കിനും കൂടി വേണ്ടിയിട്ട് വാങ്ങിയ ഫ്രോക്കല്ല, സ്കേർട്ടും ടോപ്പിനുള്ള ടോപ്പിനും കൂടി വേണ്ടിയിട്ട് വാങ്ങിയ മെറ്റീരിയലാണ്. ഇത് എന്ത് മെറ്റീരിയലാണെന്ന് എനിക്കറിയത്തില്ല, എന്തോ മിക്സ് വരുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഞാൻ കടയിൽ ചോദിച്ചായിരുന്നു, അപ്പൊ അവർക്കും അറിയത്തില്ല, അവിടെ നിന്ന് ആ കുട്ടിക്കും അറിയത്തില്ലായിരുന്നു എന്ത് മെറ്റീരിയൽ, കറക്റ്റ് എന്ത് മെറ്റീരിയലാന്ന്. അപ്പൊ ഇതൊരു 4 മീറ്റർ ഞാൻ മേടിച്ചു. പിന്നെ എന്താ മേടിച്ചേ, നെറ്റ്. ഈ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള സ്കേർട്ട് തയ്ക്കാനുള്ള നെറ്റാണിത്. നെറ്റ് ഒരു 1.5 മീറ്റർ വേണ്ട പാവടയ്ക്ക്, പക്ഷെ ഞാൻ അത് മുറിച്ച് വെച്ചിരുന്നതുകൊണ്ട് 1.5 മീറ്റർ മുറിച്ച് വെച്ചിരുന്നതുകൊണ്ട് ഞാൻ ഫുള്ളായിട്ട് അങ്ങ് എടുത്തു. പിന്നെ ഇതതിന്റെ ലൈനിങ്. എനിക്കൊരു ഗൗൺ തയ്ക്കണം, അപ്പൊ അതിന് വേണ്ടിയിട്ടും പിന്നെ ആ സ്കേർട്ടിനും കൂടെ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു ലൈനിങ് ആണ്. ഇത് 2 കർച്ചീഫ് മേടിച്ചു. പിന്നെ ആ റെഡിന് വേണ്ടിയിട്ട് തയ്ക്കാനുള്ള ലൈനിങ്. ഒരു ചെറിയ ഡ്രസ്സിന് വേണ്ടിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ആണ് നടത്തി, ചെറിയ രീതിയിൽ. എന്തായാലും കാണിക്കല്ലേ, അപ്പൊ അതെല്ലാം കൂടി കാണിക്കാന്ന് കരുതി. പിന്നെ ഗ്ലൂ ഗൺ മേടിച്ചു. ഇത് ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്തു, ഇങ്ങനെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഗ്ലൂ ഗൺ മേടിച്ചു. ഇത് 250 രൂപയുള്ളൂ. പല റേറ്റിലുള്ളത് ഉണ്ടായിരുന്നു, ഇതിലും കുറഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറച്ചും കൂടി നല്ലതാന്ന് തോന്നി, ഞാൻ ഇത് മേടിച്ചു. ഇനി കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോൾ അറിയാം എങ്ങനെയുണ്ടെന്ന്. ഗ്ലൂ ഗണ്ണും മേടിച്ചു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സ്റ്റിക്ക് ഞാൻ മേടിച്ചായിരുന്നു. ഒരു സ്റ്റിക്ക് ഞാൻ അതിൽ കുത്തി വെച്ചിട്ടുണ്ട്. ഇത് 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ. നെക്സ്റ്റ് ഇപ്പോൾ വാങ്ങിയ മെറ്റീരിയൽസിന് തയ്ക്കാനായിട്ടുള്ള സിബ്ബ്, എലാസ്റ്റിക്, പിന്നെ സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള ത്രെഡ്. അതിൻ്റെ കൂടെ അവിടെ കണ്ടപ്പോൾ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 ഐറ്റംസ് മേടിച്ചു. 55 രൂപ, ഒന്ന് 60 രൂപ. 2 എണ്ണം മേടിച്ചു. എല്ലാ വർഷവും ഞാൻ ബോൾസ് മേടിക്കും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോൾസ്. പിന്നെ ഞാൻ മേടിച്ചത് സാറ്റിൻ റിബൺ. അയ്യോ, എല്ലാം ഇളകിയോ. സാറ്റിൻ റിബൺ. ഇത് ആ ഡ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഉടനെ. അപ്പം അതിന് വേണ്ടി വാങ്ങിയ സാറ്റിൻ റിബൺ. പിന്നെ ആങ്കറിന്റെ ത്രെഡ്, അത് തീർന്നു. പിന്നെ 2 എണ്ണം കൂടുതൽ മേടിച്ചായിരുന്നു. ഇതും സാറ്റിൻ റിബൺ. ഒരു ഷോളിന്റെ ബോർഡർ അടിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാ സാറ്റിൻ റിബൺ. ഇടയ്ക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു പിങ്ക് ചുരിദാർ ചെയ്യുന്നത്, അതിന്റെ ബോർഡർ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു ദിവസം ഞാൻ മേടിച്ചല്ലോ, 2-3 ദിവസമായിട്ട് ഞാൻ മേടിച്ച സാധനങ്ങൾ ഒരുമിച്ച് ഹോൾ വീഡിയോ കാണിക്കുന്നത്. അപ്പൊ അത് കാണിച്ച ആ സെയിം സാറ്റിൻ റിബൺ തന്നെയാണിത്. പിന്നെ ഇപ്പൊ ചെയ്യാൻ വെച്ചിരിക്കുന്ന ഡ്രസ്സിൽ, ക്രിസ്മസ് സ്പെഷ്യൽ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സിൽ ചെയ്യാനായിട്ടുള്ള ബീഡാണ് ഇത്. ഇത് ഇത്രയും കൂടി എത്രയായ 30 രൂപ. ഇത്രയും കൂടി 30 രൂപയാണ്. അതിൻ്റെ വേറെ ടൈപ്പിലുള്ള ബീഡ്. ഇത് 10 ഗ്രാം 35 രൂപ.
ഇനി അടുത്ത് സെയിം തന്നെ വൈറ്റ് ബീഡുണ്ട്. ഇതിനും 10 ഗ്രാം 35 രൂപയാണ്. ഇത് ഹോൾസെയിൽ കടയിൽ നിന്ന് കേട്ടോ മേടിക്കുന്നത്, അതുകൊണ്ട് നല്ല വില കുറവാണ് അവിടെ. ഇത് ട്രിവാൻഡ്രത്ത് തന്നെ ഉള്ളൊരു കടയാണ്. ഇത് 35 രൂപ. എംബ്രോയിഡറിക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ തീർന്നു. ഇനി ക്രാഫ്റ്റിന് ഞാൻ മേടിച്ച സാധനങ്ങൾ, ഇത് ബൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയതാണ്. ഇതിന് ഞാൻ കുറച്ച് എടുത്തു. ഇത് 150 രൂപയേ ഉള്ളൂ. ഇത്രയും ഇതിൽ ഹാഫ് പോർഷൻ ഞാൻ എടുത്തു. ഇപ്പം 150 രൂപയുടെ ഈ സെയിം ലീഫ് മേടിച്ചു കഴിഞ്ഞാൽ നമ്മൊരു 2 ബൊക്കെ ഉണ്ടാക്കാം. ആർട്ടിഫിഷ്യൽ ബൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൽ കൂടുതൽ ലീഫ് വെച്ചിട്ടുള്ള ബൊക്കെയാണെങ്കിൽ 2 ബൊക്കെ, കൂടുതൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ബൊക്കെയാണെങ്കിൽ 3 4 ബൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. ഞാനൊരു ബൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടുതലും ലീഫാണ് വെച്ചേക്കുന്നത്, ഫ്ലവേഴ്സ് കുറവാണ്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു ബൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 ബൊക്കെ ചെയ്യാനായിട്ട് 150 രൂപയ്ക്കുള്ള ഗ്രാസ് പറ്റും. അപ്പം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ ഒരു കവർ ഗ്രാസ്. ഇത് നമ്മുടെ പറമ്പിലൊക്കെ കാണുന്ന ഒരു ടൈപ്പ് പുല്ല, അതിനെ നനച്ചുണക്കി പെയിന്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിന്റെ ഗോൾഡ് കളറൊക്കെ കിട്ടും. അടുത്തത് ആ ബൊക്കെ സ്റ്റാൻഡ് മേടിച്ചു. ഇത് ഒരെണ്ണത്തിന് 40 രൂപയേ ഉള്ളൂ. പിന്നെ അതിനറ്റത്ത് വെക്കാനുള്ള റിബൺ മേടിച്ചു. ഇതും ഒരെണ്ണത്തിന് 30 40 എത്ര രൂപയാണ്. പിന്നെ നമ്മുടെ ചാക്കുനൂലില്ലേ, അതന്നെ. ഇതിൻ്റെ റേറ്റ് എനിക്കറിയത്തില്ല. ഇതൊരെണ്ണം മേടിച്ചു. ഇത് ആ ബൊക്കെ ഇതിൻ്റെ പിടിയിൽ, ഫോൾഡറിൻ്റെ പിടിയിൽ ചുറ്റാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പിന്നെ ആ ഫ്ലവറിൻ്റെ മിഡിലിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ബീഡ് വാങ്ങി. ഹാഫ് ബീഡാണ്, 2 കളർ ഹാഫ് ബീഡ് വാങ്ങി. ഇത് എത്ര ഗ്രാം വാങ്ങിച്ചു? 50 ഗ്രാം 35 ഗ്രാം ഉണ്ടെന്ന് തോന്നുന്നു. 30-35 ഗ്രാം ഉണ്ട്. ഇത് 10 ഗ്രാം എന്തോ ഉള്ളൂ, 10-20 ഗ്രാം എന്തോ ഉള്ളൂ. ഇപ്പം ഇത്രയാണ് ഞാൻ 2-3 ദിവസമായിട്ട് ഞാനിങ്ങനെ ക്രാഫ്റ്റിനും എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ. എനിക്കൊരു 2 ആക്സസറീസ് വന്നു. ബിഗ് ഡീൽ നടന്ന സമയത്ത്, ആമസോണിൽ ബിഗ് ഡീൽ നടന്ന സമയത്ത് ഞാൻ 2 ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കമ്മലും പിന്നെ ഒരു ചെറിയ ബ്രേസ്ലെറ്റും. എനിക്ക് അതിൻ്റെ പാക്കിംഗ് ഒക്കെ നല്ല ഇഷ്ടമായി. ഞാൻ ഇത്രയും വലിയ കമ്മലൊന്നും ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മേടിച്ചതാണ്. 2 തവണ ഞാൻ ഇടാൻ നോക്കി, പക്ഷേ എനിക്കങ്ങ് ചേരുന്നില്ല എന്നുള്ളൊരു തോന്നൽ. കാരണം ഇട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും, ഇത്രയും വലിയ പീസൊന്നും ഞാൻ ഇട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പീസാണ്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു പീസ്. ഇത് ഫുൾ കല്ലും മുത്തും ഒക്കെ വെച്ചിട്ടുള്ളതാണ്. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. വെയിറ്റ്ലെസ് അല്ല, ഭയങ്കര വെയിറ്റ് ഇല്ല, പക്ഷെ ഭയങ്കര വെയിറ്റ്ലെസ്സും അല്ല. നല്ലൊരു പീസ്. ഇതിന് 180-90 എത്രയുണ്ടോ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ഡിസ്കൗണ്ടിൽ കിടന്നപ്പോൾ ഞാൻ മേടിച്ചു. പക്ഷെ ഇത്രയും വലിയ പീസാണെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. വന്ന് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടിപ്പോയായിരുന്നു. കാരണം ഞാൻ ഇത്രയും വലിയ പീസ് എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ ഇട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഒറ്റ പീസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാലയുടെ ഒന്നും ആവശ്യമില്ല. നല്ല നിറഞ്ഞു കിടക്കും. നല്ലൊരു പീസാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിലക്കുറവിൽ കിട്ടിയതാണ് കേട്ടോ. ഇനി അടുത്തൊരു, ഇതിൻ്റെ കവറിങ് ഇത്രയും നല്ല പാക്കേജിലായിട്ടാണ് വന്നത്. ഇതിൽ വെച്ചിട്ട് ഇതിൽ കവർ ചെയ്ത് ഇതിനകത്ത് വെച്ചിട്ടാണ് വന്നത്. ഞാൻ അടുത്തൊരു ബ്രേസ്ലെറ്റും കൂടി കാണിക്കാം. ഇതെല്ലാവരും കണ്ടിട്ടുള്ള ടൈപ്പിലുള്ളത് തന്നെയാണ്. എന്തായാലും വാങ്ങിയപ്പോൾ നിങ്ങളോട് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതിന് 160 രൂപ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. ബിഗ് ഡീൽ നടന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഓർഡർ ചെയ്തത്.
ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ്. പണ്ട് ഞങ്ങൾ ഈ സാധനം മേടിക്കുമായിരുന്നു 10 രൂപയ്ക്ക് 15 രൂപയ്ക്കൊക്കെ. പക്ഷെ ഇങ്ങനത്തെ അല്ല, ഒട്ടും ക്വാളിറ്റി ഇല്ലാത്തൊരു മെറ്റീരിയൽ. മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ മേടിക്കും. ചെറിയ ചെറിയ ഫാൻസി ഒക്കെ ഉണ്ടാവുമല്ലോ, മേടിക്കും. പക്ഷേ ഇത്രയും ക്വാളിറ്റി ആയിട്ടുള്ള സാധനം ഞാൻ ആദ്യമായിട്ട് മേടിക്കാം. ഈ ടൈപ്പിലുള്ള മെറ്റീരിയൽ, ഈ ടൈപ്പിലുള്ള ആക്സസറി ഞാൻ ആദ്യമായിട്ട് മേടിക്കുന്നതാ. എന്ന് വെച്ചാൽ ഭയങ്കര ക്വാളിറ്റി നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സാധനമാണ്. ഇതും ബിഗ് ഡീൽ നടന്ന സമയത്ത് മേടിച്ചതാണ്. ഇതിൻ്റെ നല്ല കവറിങ് ആയിട്ട് തന്നെയാണ് വന്നത്. ഒരു പെട്ടിയിലൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ഒരു കുഞ്ഞു സാധനം വന്നത്. ഇതാണ് എൻ്റെ ഒരു ചെറിയ ഹോൾ വീഡിയോ. ഇനി ക്രിസ്മസിന് ഒരു ചെറിയ ഷോപ്പിംഗ് കൂടി ഉണ്ട്. ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം. അത് പറ്റുമെങ്കിൽ മാത്രം ഞാൻ ഹോൾ വീഡിയോ കാണിക്കാം. ഇവിടെ ഒരു 8 feet ഹൈറ്റ് ഉള്ള ഒരു ട്രീ ഉണ്ട് കേട്ടോ, വലിയത്. അപ്പം അതിലെന്തായാലും ഇടാൻ ഒത്തിരി സാധനം വേണം. അപ്പം അത് വാങ്ങാൻ പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ഹോൾ വീഡിയോ എടുക്കാം. ചിലപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ, കാരണം അതിന് മുന്നേ ഞാൻ തിരിച്ചു പോകും. ഞാൻ ബാംഗ്ലൂരാണ് സെറ്റിലായിരിക്കുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് തിരിച്ചു പോകാനും ചാൻസ് ഉണ്ട്. പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാം. ഇപ്പം അടുത്ത വീഡിയോ എന്തായാലും ഇതിൻ്റെ ഇവിടെ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന ഡ്രസ്സിലെ വർക്ക് ചെയ്യുന്ന വീഡിയോ ആയിരിക്കും ഞാൻ ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. എൻ്റെ ഹോൾ വീഡിയോ നല്ലതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന പോലെ ഞാൻ പറഞ്ഞു. ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.